ഞാൻ പഠിച്ച സ്കൂളാണ്. ഞാൻ പിന്നെ ഇവിടെ പഠിച്ചതാ. സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ലത്. അന്നൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ അന്ന് ഇത് ലൈനൊക്കെ ഉണ്ട്. ഇപ്പം ഈ അർത്ഥം പക്ഷെ അവർ അത് ആ ഷീറ്റ് ഇട്ടപ്പോഴേ അത് ഇവിടെ ഗ്രില്ലടിക്കണമായിരുന്നു കുട്ടികൾ ഇറങ്ങാതിരിക്കാതെ വേണ്ടി. അത് പ്രയാസം മാത്രമേ ഉള്ളൂ. ഗ്രില്ലടിക്കണം. ഗ്രില്ലടിച്ചാൽ അത് വേറെ പിള്ളേരൊക്കെ ടെസ്റ്റർ ബോർഡ് അടയ്ക്കാൻ ടെസ്റ്ററും ഒക്കെ എടുത്ത് മറ്റുള്ള പിള്ളേരും ഇറങ്ങാറൊക്കെ ഉണ്ടായിരുന്നു. ഇത് മാത്രം ഈ ഒരു കുട്ടി മാത്രമല്ല ഇറങ്ങാറുള്ളത്, നേരത്തേക്കുള്ള കുട്ടികളൊക്കെ ഇറങ്ങാറുണ്ടായിരുന്നു. മുമ്പ് അപകടം ഉണ്ടാകാത്തത് ഭാഗ്യം. അവരിറങ്ങാത്തതൊക്കെ ഭാഗ്യം. ഇത് പൊട്ടി വീണായിരുന്നെങ്കിൽ എത്ര പേര് മരിച്ചാണ്. ഇതിപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഇപ്പോൾ ഇവിടെ ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റ് ഈ സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര കാറ്റുമൊക്കെ ആയിരുന്നു. പക്ഷേ ആ ലൈനൊന്ന് താന്ന ഷീറ്റിൻ്റെ പുറത്തെ ലൈൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെ കുട്ടി ഓടിപ്പോയി അപ്പുറത്തൊരു കെട്ടിടത്തിൽ പോയിരുന്നായിരുന്നു. കാറ്റടിച്ചത് താരുവെന്ന് മേടിച്ച് അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. വിനോദ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കണം. നേരത്തെ ഒരു തവണ ഇങ്ങനെ വലിയൊരു കാറ്റടിച്ച സമയത്ത് അത് താഴേക്ക് താണു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊരു അപകടമൊക്കെ ഉണ്ടായേനെ എന്നുള്ളൊരു ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നു. അതങ്ങനെ പൊട്ടി വീണിരുന്നെങ്കിൽ കൂടുതൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടുത്തുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി അപ്പുറത്തേക്കുള്ള കൂടുതൽ ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്കുള്ള പ്രതികരണങ്ങൾ എടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് കൂടുതൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ കണ്ടിരുന്നോ? എന്തോ പറയാനോ, ഞാൻ 60 വർഷം മുമ്പ് ഇവിടെ പഠിച്ച 62 വർഷത്തിൽ 61 64 ബാച്ചാ സെൽസി ബാച്ചാ. അന്ന് നല്ല പേരും നല്ല ഉള്ള ഒരു സ്കൂളായിരുന്നു. പക്ഷേ ഓരോരുത്തർ അനാസ കൊണ്ട് ജീവൻ പോയി. ആ പരമസങ്കടം അത്ര തന്നെ പറയാൻ. ഇനി ഇത് ആവർത്തിക്കരുത്. ഇത് എങ്ങും ആവർത്തിക്കരുത്, എങ്ങും കേട്ടോ, എങ്ങും ആവർത്തിക്കരുത്. സ്ഥലം നമ്പരൊന്നും ഉണ്ടാവോ ജനത്തിന്? കുറച്ച് കേട്ടോ, ലൈവിലാണ്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇവിടെ 62 ബാച്ചിൽ പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ അത് കുറ്റകരമായ അനാസ്ഥ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് കൂടുതൽ ഈ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ചേച്ചി കണ്ടിരുന്നോ? ഇതിനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. കാണാനായിട്ട് വരുവാ. കുട്ടിയെ കാണാൻ പോകുന്നവരാണ് അവർ. സമയം കുറവായതിനാൽ തന്നെ അതിൽ തിരക്കുണ്ട് അവർക്ക്. ചേട്ടാ, കുഞ്ഞിനെ കണ്ടോ? കണ്ടിട്ടുണ്ട്. എന്തായാലും പറയാനുള്ള ഈ സംഭവം അപ്പം ഭയങ്കര സങ്കടമായ സംഭവമാണ്. ആരെങ്കിലും കുട്ടികൾ പഠിക്കുന്നുണ്ടോ സ്കൂളിൽ? ഇല്ല. ആരാ പഠിക്കുന്നത്? ആരും പഠിക്കുന്നില്ല. നമ്മുടെ ചേട്ടനെ കൂടുതലാണോ? ഞങ്ങളിവിടെ പഠിച്ചവർ തന്നെ. ഈ സംഭവം നിങ്ങൾ നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് തന്നെ ഇപ്പോൾ ഒത്തിരി നാളായിട്ടുണ്ട്. നമ്മൾ വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ഇവിടെയുള്ള അധികാരികളല്ലേ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാന അധ്യാപകരെ ഡിസ്മിസ് ചെയ്തിരിക്കും. എന്ത് സാധിക്കാനാ? അവരെന്ത് തെറ്റ് ചെയ്തേട്ടാ? സസ്പെൻഷൻ ചെയ്തിട്ട് അവരെന്ത് തെറ്റ് ചെയ്തേട്ടാ? ഇതിനൊരു മാനേജ്മെൻ്റ് ഉണ്ട്. അവരാണ് ഇതിൻ്റെ ഉത്തരവാദി. അവരാണ് ഇത് ചെയ്യേണ്ടത്. ചേട്ടൻ ആ താഴെ ചെന്നിട്ട് ആ ബാത്റൂം നോക്കിയേ. ഏതാണ്ട് ഞങ്ങൾ പഠിക്കുന്നതിന് മുമ്പുള്ള ബാത്റൂമാണ് ആ ബാക്കി കാണുന്നത്. ഇവിടുത്തെ ഒരു ആചാരം മാതിരി ഭിത്തിയപ്പെടുക്കുക എന്നുള്ള ഒരു ആചാരം മാതിരിയാണ് ആ ബാത്റൂം അവിടെ ഉണ്ടാക്കിയത്. ഈ ഉണക്കായി കഴിഞ്ഞാൽ ഇതിലേ നടക്കാൻ പറ്റത്തില്ല. ഭയങ്കര സ്മെല്ലായിരിക്കും. അതുകൊണ്ടൊക്കെ ആ ഗേൾസിലെ സ്കൂളിൻ്റെ ഭിത്തിയൊക്കെ ഇടിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. കുട്ടികളെ എന്ന് പറയുന്നത് എന്തോന്നറിയോ? അതേവരെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് മേടിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അതെന്ത് ന്യായമാണ്? ഇത്രയും കൊച്ചു കുട്ടികൾ പഠിക്കുന്നത്. എൻ്റെ മോളവിടെ പഠിക്കുന്നത്. ആ കുട്ടികളെല്ലാം അവിടെ ഇരുന്ന ഒരു ക്ലാസ് റൂമിൽ ഭിത്തി ഇടിഞ്ഞു വീണപ്പം അവിടുത്തെ ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുത്തതാണ്, ഞങ്ങളില്ലേ നിങ്ങൾ എന്തിനാണ് മേടിക്കുന്നതെന്ന്. ഗേൾസ് സ്കൂളിലൊക്കെയാണോ? ഗേൾസിൽ ഈ ഇതിനിപ്പുറത്ത് തന്നെ ഗേൾസാണ്. അടുത്ത് പറഞ്ഞാണ്. സെയിം മാനേജ്മെന്റ് ഇത് തന്നെ സംഭവം. ഇവർ രണ്ടും പാർട്ടിയുടെ സ്കൂൾ തന്നെയാണത്. അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്കൂളാണത്. അവരാണ് ഭരിക്കുന്നത്. അവരാണ് ഇതിൻ്റെ മുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ട് KSEBക്ക് ഈ ഷീറ്റ് ഇട്ടാൽ KSEBക്ക് അറിഞ്ഞുകൂടായോ? അവർ ലൈൻ ഓഫ് ചെയ്ത് കൊടുക്കാതെ ഇതിൻ്റെ അടിക്കൂടെ ഷീറ്റ് ഇടാൻ പറ്റത്തില്ലല്ലോ. അവർ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അതൊക്കെയല്ലോ. അപ്പോൾ അവരും കൈയൊടിയുന്നതാണ്. ഇപ്പം ഇവിടുത്തെ അധ്യാപകരുടെ തലയിലാണ് ഇത് വെച്ച് കെട്ടിയിരിക്കുന്നത്, രക്ഷപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്ന പണി. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇവിടുത്തെ പ്രഥമാധ്യാപികയെ സസ്പെൻഡ് ചെയ്ത വിഷയമാണ്. കാരണം ആ സസ്പെൻഷൻ എന്നുള്ളത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് അധ്യാപികയെ രക്തസാക്ഷിയാക്കി അല്ലെങ്കിൽ അവരുടെ മേൽ കുറ്റം ചാർത്തി മറ്റു കാര്യങ്ങളിലേക്ക് സമൂഹം അറിയാത്ത പല കാര്യങ്ങളും ഇത്തരത്തിലൂടെ പുറത്തു വരികയാണ്. ആ രക്ഷിതാവ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വൈദ്യുതി കമ്പി പൊട്ടി ഒരു കുട്ടി മരിച്ചു. സമാനമായ സാഹചര്യം ആ സ്കൂളിൽ നിലനിൽക്കുന്നു. ഇത് ബോയ്സ് സ്കൂളാണ്. തൊട്ടടുത്തുള്ള ഗേൾസ് സ്കൂള്, അതിൻ്റെ ഭിത്തിയെല്ലാം പിളർന്നിരിക്കുകയാണ്. ആ സംസാരിച്ച ആ അച്ഛൻ പറഞ്ഞത് അവിടുത്തെ ഭിത്തി ഇടിഞ്ഞു വീഴുമ്പോൾ അധ്യാപകർ പറയുകയാണ് ഒന്നും പേടിക്കണ്ട എന്ന് പറയുകയാണ്. ഇത്തരത്തിലുള്ള അവസ്ഥ